ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിക്കോദേമോസിനോട് യേശു പറഞ്ഞതുപോലെ തന്നെ യേശു ക്രിസ്തുവാകുന്ന മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. പിച്ചള സർപ്പത്തെ പോലെ സാത്താൻ്റെ തലയെ തകർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നടക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയും ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾ യേശുവിലുള്ള ആശ്രയം മാറി മറ്റു പലതിലേക്കും ആശ്രയം പോകുന്നതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. എത്ര പേർക്ക് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവർക്ക് യേശു മാത്രം മതി, വിശുദ്ധ കുർബാനയിലൂടെ അവൻ നൽകുന്ന ആ ജീവൻ്റെ അപ്പം മാത്രം എനിക്ക് മതി, മറ്റൊന്നിലും ഞാൻ ആശ്രയിക്കത്തില്ല, യേശുവിൽ ആശ്രയിച്ച് എൻ്റെ ക്രിസ്തീയ ജീവിതം ഞാൻ ദൈവരാജ്യത്തിൽ കാനാൻ ദേശത്തേക്ക് സ്വർഗീയ കാനാനിലേക്ക് പ്രവേശിക്കും എന്ന് ഉറപ്പുള്ള എത്ര ക്രിസ്ത്യാനി, എത്ര കത്തോലിക്കരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട്. വളരെ ശ്രേഷ്ഠമായ ഒരു വിശ്വാസത്തെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ എത്ര പേരുണ്ട് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിക്കോദേമോസ് 10 മഹാമാരികളെക്കുറിച്ച് ഘോരഘോരം പ്രഘോഷിക്കുമ്പോൾ നിക്കോദേമോസെ 10 പ്രാവശ്യം ഇസ്രായേൽ ജനം എനിക്കെതിരെ മർദ്ദലിപ്പും പിറുപിറുപ്പും കൊണ്ടുവന്നപ്പോൾ ഞാൻ എങ്ങനെ അവരോട് ഇടപെട്ടു എന്നുള്ളതിനെക്കുറിച്ച് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? നീ അതിനെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ടോ? നീ അതിനെക്കുറിച്ച് പ്രബോധനം നടത്താറുണ്ടോ? പഠിക്കാറുണ്ടോ? അതിനെക്കുറിച്ച് ഭൗമികമായ ആ കാര്യത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമില്ലെങ്കിൽ ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന ഈ സ്വർഗീയ കാര്യങ്ങൾ നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നിക്കോദേമോസേ? അതാ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:13 നമ്മൾ കണ്ടത്. ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ സ്വർഗം കാണത്തില്ല, നീ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. ഇന്ന് ഭൂമിയിലെ നന്മകൾക്കോ അനുഗ്രഹത്തിനോ വേണ്ടി മറ്റു പലതിനെയും ആശ്രയിക്കുന്ന ക്രിസ്ത്യാനി നീ ദൈവരാജ്യം കാണത്തില്ലെന്ന്. നിനക്ക് ദൈവരാജ്യം എന്നത് കിട്ടാക്കനിയായിരിക്കും, ഒരിക്കലും തേടിപ്പിടിക്കാനോ എത്തിപ്പിടിക്കാനോ കഴിയാത്ത ഒന്നായി മാറും. കാരണം ഒരുവൻ്റെ വിശ്വാസവും അവൻ്റെ പ്രത്യാശയും സ്വർഗരാജ്യമാണെങ്കിൽ ആ വിശ്വാസത്തിനനുസരണമായ പ്രവർത്തികൾ അവൻ്റെ ജീവിതത്തിൽ വേണമെന്ന് യാക്കോബിൻ്റെ ലേഖനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിൽ 1-ാം പ്രാവശ്യം ഇസ്രായേൽ ജനം പിറുപിറുത്തത് കയ്പുള്ള ജലത്തിലായിരുന്നെങ്കിൽ 2-ാം പ്രാവശ്യം അവരുടെ ഭക്ഷണത്തെ പ്രതി, ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ഭൗമികമായ കാര്യങ്ങളെ പ്രതിയാണ് ദൈവജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നത്, മറ്റൊന്നിനെ തേടിപ്പോകുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെയാണ്. IELTS കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഭൗമികമായ ഏതെങ്കിലും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതിനെയും തേടി പോവുക. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞൊരു വീട് പണിയാൻ നമ്മൾ ആഗ്രഹിക്കുക. ഒരു വീട് പണിയാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ആകെ 2-3 സെൻറ്റ് സ്ഥലമുള്ളൂ. ഈ 3 സെൻറ്റ് സ്ഥലത്ത് എനിക്കൊരു വീട് പണിയാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ അഭിമാനിക്കുന്നത് ഞാൻ ദൈവരാജ്യത്തിലുള്ള അതിൻ്റെ സ്വന്തമാണ്, ഞാൻ മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ സഭയിൽ ഞാൻ അംഗമാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴും ക്രിസ്ത്യാനി നമ്മൾ ഭവനം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഒരു സ്ഥാനക്കാരനെ ആയിരിക്കും. ആ ഒരു സ്ഥാനക്കാരനോ അല്ലെങ്കിൽ മന്ത്രവാദിയോ മറ്റ് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉള്ളൊരു വ്യക്തി അവൻ്റെ വിശ്വാസവും ആചാരപ്രകാരവും വന്ന് നമ്മൾക്കുള്ള ഈ 3 സെൻറ്റ് സ്ഥലത്തിൽ ഒരു സ്ഥാനം കാണുന്നു. അവിടെ വാസ്തു ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി അദ്ദേഹം അതിൻ്റെ ലൊക്കേഷനും സ്കെച്ചും വരച്ച് എന്ന് ഇതിൻ്റെ ദർശനം എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ആയാലേ നീ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ, ഇന്ന രീതിയിൽ വാതിൽ വരണം, ഇന്ന സ്ഥലത്ത് ജനൽ വരണം, ഇതൊക്കെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കക്കൂസ് വരണം, ഇതൊക്കെ അല്ലെങ്കിൽ വാസ്തു ഭഗവാൻ നിന്നോട് കോപിക്കും, അതുകൊണ്ട് നീ ഈ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ക്രിസ്ത്യാനി ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ നിന്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ചെറിയൊരു കാര്യം, നീ വസിക്കുന്ന നിന്റെ ഭവനത്തിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നു? മറ്റ് ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്ന മറ്റ് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിന്നാലെ പോകുന്നു. ഏറ്റവും വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യം, ഈ 3 സെൻറ്റ് സ്ഥലം സ്വന്തമായി നാട്ടിലുള്ളവൻ വീട് പണിയാനായിട്ട് സ്ഥാനക്കാരനെയോ അല്ലെങ്കിൽ ഇത്തരക്കാരനെയോ വിളിച്ചു വരുത്തുന്ന അതേ വ്യക്തി അവൻ്റെ ജീവിതത്തിലെ 10 മാസവും ചിലപ്പോൾ ഗൾഫിലോ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിലോ കഴിയുന്ന ഏതെങ്കിലും ഫ്ലാറ്റിലോ അല്ലെങ്കിൽ അവിടെയുള്ള ലേബർ ക്യാമ്പുകളിലോ കഴിയുമ്പോൾ അതൊരു സ്ഥാനം നോക്കി പണിത സ്ഥലമല്ല. ഈ പറയുന്ന ഒരു വാസ്തു ഭഗവാനെയും പ്രസാദിപ്പിച്ചുകൊണ്ടല്ല അവൻ ആ ഫ്ലാറ്റിൽ കഴിയുകയും അവിടെ നിന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അധ്വാനിക്കുകയും 10 മാസത്തിലധികം അവൻ അവിടെ ജീവിക്കുകയും തൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 30 വയസ്സിൽ ഗൾഫിൽ പോയി 19 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെ അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ച് തിരിച്ചു വന്നൊരു വീട് പണിയാൻ വരുമ്പോൾ സ്വന്തം രാജ്യത്ത്, സ്വന്തം സ്ഥലത്ത്, ദൈവം തന്ന ദേശത്ത് അവനുള്ള ചെറിയ ഭൂമിയിൽ അവൻ അവിടത്തെയുള്ള വാസ്തു ഭഗവാനെയും അല്ലെങ്കിൽ മറ്റുള്ളവനെയും പ്രസാദിപ്പിക്കാൻ നിൽക്കുന്നത് എത്രത്തോളം വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് വിദേശത്ത്, സൗദിയിലോ ഗൾഫിലോ മറ്റ് രാജ്യങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചപ്പോൾ അവിടെ ഈ പറയുന്ന യാതൊന്നും ഉണ്ടായില്ലല്ലോ. അവിടെ നിനക്ക് ദൈവം മാത്രമേ ഉണ്ടായുള്ളൂ.
പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ നേരെ തിരിയുന്നു. ഇങ്ങനെ ക്രിസ്തീയ ജീവിതം അനുദിന കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയെല്ലാം നമ്മൾ അബദ്ധങ്ങളിലേക്ക് കടന്നു പോകുന്നു. മറ്റുള്ളതിനെ നമ്മൾ ആശ്രയിക്കുന്നു, ദൈവത്തെക്കാൾ അധികമായി മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുന്നു. ഇത് തന്നെയല്ലേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇത് ഇസ്രായേൽ ജനത്തെ 10 മഹാമാരികൾ അയച്ച് ദൈവം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അഭിമാനിക്കുന്ന ദൈവജനം അവർ പറയുന്ന കാര്യം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെ പട്ടിണിക്കിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഒരു പിറുപിറുപ്പാണ്. ദൈവം ചെയ്ത 10 മഹാമാരികളെ അല്ലെങ്കിൽ വലിയ പ്രവർത്തികളെ മാറ്റിവെക്കുന്നു, അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു, അതിന് യാതൊരുവിധ സീരിയസ്നെസ്സും കൊടുക്കാതെ ദൈവം നിന്നെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലേക്ക് ചെങ്കടലിനെ പോലും പിളർത്തി ഇവിടെ എത്തിച്ചു എന്നുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? മറ്റ് പലതിനെയും ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു. ഇങ്ങനെ പിറുപിറുക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് ദൈവം ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ അതിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ദൈവം അവിടെയും ഇവരുടെ മർദ്ദലിപ്പിനോ ഇവരുടെ പിറുപിറുപ്പിനോ എതിരായൊരു പ്രവൃത്തിയല്ല ചെയ്യുന്നത്. കാരണം അവർക്കൊരു ബോധ്യം കൊടുക്കുക, ഞാനാണ് കർത്താവ് എന്നൊരു ബോധ്യം അവർ കൊടുക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യം, മന്നായെ പൊഴിച്ചു കൊടുക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ഈ മന്ന പൊഴിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ജനത്തിൻ്റെ മനോഭാവം ഏകദേശം നമ്മുടെ ഇന്നത്തെ ജനത്തിൻ്റെ മനോഭാവം തന്നെയാണ്. നമ്മളിൽ പലരുമുണ്ട് ഈ മോശയുടെ കൂടെ നടന്ന ജനത്തിൻ്റെ കൂടെ ഇത്തരം പ്രവൃത്തികൾ ചെയ്ത നമ്മളിൽ പലരുമുണ്ട്. ഒരുപക്ഷെ ഞാനടക്കം ഉണ്ടാകാം. നമ്മൾ അതിലേക്കാണ് ചിന്തകളെ കടന്നുകൊണ്ടത്. 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടി പോലെ വെളുത്തുരുണ്ട് ലോലമായൊരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണെന്ന് അവരറിഞ്ഞിരുന്നില്ല. ദൈവം സ്വർഗത്തിൽ നിന്നും മോശ വഴി ദൈവം നൽകിയ അപ്പം അത് അത്രത്തോളം നല്ലത് വിലപ്പെട്ടതാണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു, ഇതെന്തുവാ അത് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച ജനത്തിന് ദൈവം ഈ വലിയ വിരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഒരു ട്വിസ്റ്റ് നമുക്കവിടെ കാണാൻ പറ്റും. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു, ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. അതായത് കർത്താവ് കൽപ്പിച്ചത് പ്രകാരമാണ് ഓരോരുത്തരും തൻ്റെ കൂടാരത്തിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കുക. നിന്റെ ആവശ്യത്തിന് മാത്രം, നിനക്ക് തൃപ്തിയാവേണ്ട ഭക്ഷണം മാത്രം നീ ശേഖരിക്കുക എന്ന് ദൈവം കൽപ്പിച്ചു. പക്ഷെ നമ്മളെപ്പോലെ തന്നെ ആക്രാന്തം പിടിച്ചവർ, അതായത് ഭൗമിക കാര്യങ്ങൾക്ക് എല്ലാം എത്ര കിട്ടിയാലും മതി വരാത്ത, എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത, പണം കിട്ടുന്തോറും പിന്നെയും അതിനുവേണ്ടി ആർത്തി പൂണ്ട നമ്മളെപ്പോലെ തന്നെ, നമ്മളിൽ പലരെ പോലെ തന്നെ ഈ ഇസ്രായേൽ ജനവും കിട്ടുന്നത് മുഴുവൻ ശേഖരിച്ചു. എന്നാൽ വചനം പറയുന്നത് പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. അതായത് ദൈവത്തിനറിയാം നീ എന്ത് പ്രവർത്തിച്ചാലും നീ എന്ത് ചെയ്താലും ദൈവം തൻ്റെ ഹിതത്തിനനുസരിച്ച് ജനത്തിനെ നടത്താൻ ദൈവത്തിനറിയാം. പലപ്പോഴും നമ്മളിൽ സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മൾ കുറേ ശേഖരിച്ച് കുറേ കൂട്ടി കുറേ സമ്പാദിച്ചു വെക്കും, പക്ഷെ നമുക്കത് ഉപകാരപ്പെടത്തില്ല, നമുക്കത് ഉപയോഗപ്രദമാകത്തില്ല. ഇത്തരം നമ്മളുടെ പ്രവർത്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വീട് പണിയുമ്പോൾ അത് ഇത്തരക്കാരെ കൊണ്ടുവന്ന്, സ്ഥാനക്കാരനെയോ മറ്റ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള, അത് അവരുടെ രീതിയാണ്, നമ്മൾ അതിനെ അവഹേളിക്കേണ്ട കാര്യമില്ല. അവരാ വിശ്വാസം അനുസരിച്ച് അവരുടെ വിശ്വാസ രീതികൾ അനുസരിച്ച് അവർ മുന്നോട്ട് പോകട്ടെ. പക്ഷെ ക്രിസ്ത്യാനി നിനക്കത് അനുകരിക്കാൻ പാടില്ല. കാരണം നിന്റെ പ്രത്യാശയും നിന്റെ ആശ്രയവും ക്രിസ്തുവിലായിരിക്കണം. ആ ക്രിസ്തുവിൽ നിന്ന് നീ നിന്റെ ഭവനത്തിൻ്റെ ആശ്രയത്തിനോ അനുഗ്രഹത്തിനോ വേണ്ടി മറ്റെന്തിലേക്കെങ്കിലും നിന്റെ ഹൃദയത്തെ പോകുന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഇന്ന് എത്ര ക്രിസ്ത്യാനികളുണ്ട് സ്ഥാനം കാണാതെ വീട് പണിയുന്നവർ? വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിലാണോ ഇത് ചെയ്യുന്നത്? എത്ര പേര് പ്രാർത്ഥിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ച് ഒരു പുരോഹിതൻ വന്ന് പ്രാർത്ഥിച്ച് ഒരു കുറ്റിയടിക്കട്ടെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനക്കാരൻ വന്ന് പ്രാർത്ഥിച്ച് ഒരു കുറ്റിയടിക്കട്ടെ എന്ന് പറയാൻ കെൽപ്പുള്ള എത്ര പേരുണ്ട് നമ്മളുടെ ഇടയിൽ? പുറപ്പാട് പുസ്തകം 16-22 മുതൽ വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായി മറ്റൊരു കാര്യം കൂടി ദൈവം ആ ജനത്തിൻ്റെ ഇടയിൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 6 ദിവസം നിങ്ങൾ ഈ അപ്പം ശേഖരിക്കുകയും 7-ാം ദിവസമായ സാബത്ത് ദിവസം അപ്പം ശേഖരിക്കാതിരിക്കുകയും ചെയ്യേണ്ടതിന് 6-ാം ദിവസം ഇരട്ടി നീ ശേഖരിച്ചു. ആദ്യത്തെ ദിവസം തന്നെ അവൻ ആക്രാന്തം പിടിച്ച് കുറേ ശേഖരിച്ചു. പക്ഷേ അളന്നു നോക്കിയപ്പോൾ കൃത്യം ആൾക്ക് വേണ്ട സാധനം മാത്രം, അതായത് ഓരോ വീട്ടിലും എത്ര പേരുണ്ടോ അവർക്ക് വേണ്ടുള്ളത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
ശേഖരിച്ചതൊക്കെ ശരി, പക്ഷേ അത് അവരുടെ ഭവനത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ വന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ ദൈവം കൊടുത്തുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാം. വീണ്ടും 6-ാം ദിവസം ഇവർ ശേഖരിച്ചപ്പോൾ നമ്മൾ നോക്കുക, പിറ്റേ ദിവസത്തേക്ക്, അതായത് ഇവർ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസത്തേക്ക് ചീത്തയായി പോയ മന്ന അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത, ഇനി നാളെ എങ്ങാനും കർത്താവ് മന്ന തന്നില്ലെങ്കിലോ എന്ന് ദൈവത്തെ പരീക്ഷിച്ച ജനത്തിന് മുൻപിൽ അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന, നാളേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മന്ന പോലും അവർക്ക് ഉപകാരപ്രദമായില്ല. അത് നശിച്ചുപോയി എന്നാണ് പറയുന്നത്. പുഴുക്കൾ വന്നു, അതില്ലാതെയായിപ്പോയി, അത് മോശം വന്നുപോയി. എന്നാൽ അതേ മന്ന 6-ാം ദിവസം അവർ ശേഖരിച്ചപ്പോൾ 2 ദിവസത്തേക്കുള്ള ശേഖരിക്കാൻ മോശ കൽപ്പിച്ചു. അങ്ങനെ 2 ദിവസത്തേക്കുള്ള ശേഖരിച്ച് 7-ാം ദിവസമായ സാബത്ത് ദിവസം അതിന് യാതൊരുവിധ കേടുപാടും ഉണ്ടായില്ല. ദൈവത്തിൻ്റെ ആ പ്രവൃത്തി എത്രത്തോളം മനോഹരമാണ്. ഇതെന്ത് എന്ന ചോദ്യം വളരെ വ്യക്തമായി മന്ന എന്ന വാക്കാണ് ഇതെന്ത് എന്ന് ഹെബ്രായ വാക്ക്. ആ വാക്ക് തന്നെ അവരതിന് പേരായി നൽകി മന്ന എന്നവർ വിളിച്ചു. സ്വർഗത്തിൽ നിന്നുള്ള അപ്പം എന്നർത്ഥത്തിൽ മന്ന എന്ന് വിളിച്ചു. ജീവന്റെ അപ്പമായ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ജീവന്റെ അപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുദിനം നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ നിത്യജീവനിലേക്ക് നടത്തുന്ന ഈ മന്നയാകുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി തന്ന ആ വിശുദ്ധ കുർബാനയിലോ ആ യേശുവിൻ്റെ ശരീരരക്തങ്ങളിലോ ആ അന്ത്യത്താഴ ബലിയിലോ ആശ്രയിക്കാതെ നീ ലോകത്തിൻ്റെ ഇത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആശ്രയിക്കുന്നുവെങ്കിൽ, ഒരു ചെറിയൊരു ഭവനം പണിക്ക് പോലും ഈ ക്രിസ്തുവിലോ ഈ വിശുദ്ധ കുർബാനയിലോ യേശുവിൻ്റെ ശരീരരക്തങ്ങളിലോ വിശ്വാസമില്ലാതെ മറ്റു പലതിലേക്ക് നമ്മുടെ ആശ്രയം പോകുന്നുവെങ്കിൽ നമുക്കൊരിക്കലും അഭിമാനിക്കാൻ പറ്റത്തില്ല നാം ക്രിസ്ത്യാനിയാണെന്ന്, ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് ഒരിക്കലും അഭിമാനിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരു മന്നായുടെ കാര്യത്തിൽ ഇത്രയും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം ഈ ഭൂമിയിലെ ഈ ഭൗമികമായ കാര്യങ്ങളിൽ നിന്ന് പോലും ഇസ്രായേൽ ജനമേ നീ ഉൾക്കൊള്ളുന്നില്ലല്ലോ, കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ബോധ്യം വരുന്നില്ലല്ലോ, പിന്നെയും നീ പെറുപിറുപ്പിലേക്ക് പോവുകയല്ലേ. ഇത് 2ാമത്തെ സിറ്റുവേഷനാണ്. മന്നായെ കൊടുക്കുമ്പോൾ, കാടപ്പക്ഷിയെ കൊടുത്ത് മന്നായെ കൊടുത്ത് ദൈവം ചെയ്ത ഈ പ്രവൃത്തിയുടെ മുൻപിൽ ദൈവജനത്തിന് വേണ്ടതെല്ലാം കൊടുക്കുന്ന ദൈവമാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടും നീ മറ്റു പലതിലേക്ക് നിന്റെ ആശ്രയത്തെ പോകുന്നല്ലോ. ഈ ജനത ഒരിക്കലും കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അതായത് ഇങ്ങനെ പെറുപിറുക്കുകയും ഇങ്ങനെ മർദ്ദലിക്കുകയും ഇങ്ങനെ അനേകം മന്ന ശേഖരിക്കുകയും 6-ാം ദിവസം കൂടുതലായി ശേഖരിക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്ത ഒരുവനെ പോലും ദൈവം കാനാൻ ദേശത്തേക്ക് കയറ്റിയതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത് നമുക്കുള്ളൊരു പാഠമാണ്. നിക്കോദേമോസേ, ഇത് പുതിയ ജനതയ്ക്കുള്ളൊരു പാഠമാണ്. ഈ നിക്കോദേമോസിന്റെ ഈ ഫരിസേയ മനോഭാവം ഇന്ന് നമ്മളിൽ പലർക്കുമുണ്ട്. നിക്കോദേമോസ് മാറി, അവൻ്റെ ഫരിസേയ മനോഭാവത്തിൽ നിന്ന് മാറി യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി. യേശുവിൻ്റെ ശരീരങ്ങൾ സംസ്കരിക്കാൻ പോലും അവൻ തയ്യാറായി. അതിനുവേണ്ടി ആ ശരീരങ്ങൾ ചോദിച്ചു വാങ്ങാൻ പോലും അവൻ തയ്യാറായി. എന്നാൽ നമ്മളിപ്പോഴും ഈ നിക്കോദേമോസിൻ്റെ അല്ലെങ്കിൽ ഫരിസേയ മനോഭാവത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കാൻ കഴിയുന്നില്ല. അനുദിനം നമുക്ക് നൽകുന്ന അനുഗ്രഹമായ യേശുവിൻ്റെ ശരീരരക്തങ്ങളോട് യാതൊരുവിധ താല്പര്യവുമില്ല. ഈ മന്ന എനിക്ക് വേണ്ട, സ്വർഗത്തിൽ നിന്നുള്ള മന്ന എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ഞാനിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റ് പലതിലുമുള്ള ആശ്രയത്തിലേക്ക് നമ്മൾ പോകുന്നു. മറ്റ് പലതിൻ്റെയും പിന്നാലെ പോകുന്നു. ഓരോ മാസം വരുമ്പോൾ ഓരോ തരത്തിലേക്ക്, ഓരോ വിശുദ്ധൻ്റെ പിന്നാലെ, അനുദിന വിശുദ്ധന്മാരുടെ പിന്നാലെ, അവരിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കാൻ, ആ വിശുദ്ധർ ജീവിച്ച ജീവിത മാർഗം സ്വീകരിക്കാൻ എത്ര പേരുണ്ട്, എത്ര ക്രിസ്ത്യാനിയുണ്ട്. ഓക്കെ, ഇന്ന വിശുദ്ധൻ്റെ ഫീസ്റ്റാണ് എന്ന്, ഈ വിശുദ്ധൻ എങ്ങനെ വിശുദ്ധനായി, യേശുവിന് വേണ്ടി എന്ത് ചെയ്തു, അതിലെന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരാരുമില്ല. പകരം ആ വിശുദ്ധൻ്റെ പേര് പറഞ്ഞ് ആ വിശുദ്ധൻ്റെ പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ചുളുവിൽ അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കർത്താവ് പറയുന്നു, ഈ ഭൂമിയിലെ ഈ കാര്യത്തിൽ നിന്ന് നീ പഠിക്കുന്നില്ലെങ്കിൽ, നീ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, നീ ബോധ്യം നൽകുന്നില്ലെങ്കിൽ നീ ഒരിക്കലും ദൈവരാജ്യത്തെ പ്രവേശിക്കത്തില്ല. നീ സ്വർഗം കാണത്തില്ല, നിത്യജീവനിലേക്ക് നീ കടക്കത്തില്ല. നിക്കോദേമോസേ, ഈ ഭൂമിയിലെ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം, നിൻ്റെ പഴയ മേഖലകൾ മാറ്റണം. പ്രിയമുള്ള ക്രിസ്തീയ സമൂഹമേ, നമുക്ക് ചിന്തിക്കാം. മറ്റുള്ള പലതിനെയും ആശ്രയിക്കാതെ ഏകസത്യദൈവമായ യേശുവിനെ മാത്രം ആശ്രയിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അതിനായി നമ്മുടെ സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്താം. നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ, പുതിയ തലമുറകളെ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഹ്വാനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിനായി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.